ഹലോ എവ്രി വൺ. എക്സ് സർവീസ്മെൻറ്റിന് RRB NTPC എക്സാമിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എത്രയാണ്? എക്സ് സർവീസ്മെൻറ്റിന് NTPC എക്സാമിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും വേക്കൻസികളുണ്ടോ? നമ്മൾ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന RRB NTPC എക്സാംസിൻ്റെ വീഡിയോസിന് താഴെ വന്ന ചില കോമൻസ് ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റെയിൽവേ എക്സാം, പ്രത്യേകിച്ചും RRB NTPC എക്സാമിന് അപേക്ഷിക്കുന്നവർക്കുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാപ്പി ന്യൂസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തേതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോമൻസിൽ കണ്ടതുപോലെ തന്നെ NTPC എക്സാമിനേഷൻ എക്സ് സർവീസ്മെൻറ്റിന് എന്തുകൊണ്ട് ഒരു സൂപ്പർ ചാൻസ് ആണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് കൂടാതെ തന്നെ RRB NTPC എക്സാം ഗ്രാജുവേറ്റ് പോസ്റ്റുകളും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. സോ ആപ്ലിക്കേഷൻ വിൻഡോ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് നവംബർ 20 വരെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നവംബർ 27 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതാരും മിസ്സാക്കി കളയരുത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ് സർവീസ്മെൻറ്റിന് എന്തുകൊണ്ട് RRB NTPC എക്സാമിൽ ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. സോ നമ്മുടെ ആക്ച്വൽ ഏജിലേക്കും വേക്കൻസീസിലേക്കും പോകുന്നതിന് മുൻപ് നിങ്ങൾക്കറിയാം അല്ലേ, എക്സ് സർവീസ്മെൻറ്റിനെ നമ്മൾ എപ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു ഡിസിപ്ലിൻ വെച്ചിട്ടാണ്. സോ ഈ റെയിൽവേയുടെ ജോബും ഈ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ പ്രൊഫൈൽസും എല്ലാം തന്നെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളതും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളതുമാണ്. സോ അവരുടെ ആ ഒരു ട്രെയിനിങ്ങിന് സ്യൂട്ട് ആവുന്ന തരത്തിലുള്ള ജോബ് പ്രൊഫൈലുകളാണ് RRB NTPCയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലികളിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇവിടെ RRBയുടെ NTPC പോസ്റ്റുകളിലേക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളില്ല. അതായത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. റണ്ണിങ്ങോ ജമ്പിങ്ങോ ഹൈ ജമ്പ് ലോങ് ജമ്പ് അങ്ങനെയുള്ള യാതൊരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളും ഇല്ല. ഇവിടെ നോർമൽ ആയിട്ടുള്ള ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റുകളും അതായത് നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളില്ലേ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അത്തരത്തിലുള്ള ടെസ്റ്റുകളും പിന്നെ മെഡിക്കൽ എലിജിബിലിറ്റിയിൽ പ്രധാനമായിട്ടും വരുന്നത് ഐ വിഷൻ ടെസ്റ്റുമാണ്. അത് മാത്രമാണ് ഇതിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ, സോ നിങ്ങളുടെ ആസ് എൻ എക്സ് സർവീസ്മാൻ നിങ്ങളുടെ ലീഡർഷിപ്പും നിങ്ങളുടെ കോർഡിനേഷനും ടീം വർക്കും ഒക്കെ പ്രോപ്പറായിട്ട് എക്സിബിറ്റ് ചെയ്യാനുള്ളൊരു നല്ല പ്ലാറ്റ്ഫോമാണ് RRBയുടെ NTPC എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ആക്ച്വൽ കാര്യത്തിലേക്ക് വരാം. ഇത്തവണത്തെ RRB NTPC എക്സാമിനേഷൻ ഗ്രാജുവേറ്റ് ലെവലിലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുമായിട്ട് ഏകദേശം 8,868 വേക്കൻസീസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൽ രണ്ട് ലെവലിലായിട്ടാണ് എക്സാം നടക്കുന്നത്. ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ളത്, അണ്ടർ ഗ്രാജുവേറ്റ് +2 ലെവലിൽ വരുന്നത്. സോ ഇതിൽ ഗ്രാജുവേറ്റ് ലെവലിൽ ഏകദേശം 5,000 പ്ലസും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ 3,000 പ്ലസും ആയിരുന്നു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ വേക്കൻസി എക്സ് സർവീസ്മെൻറ്റിന് എത്രയാണ് വരിക എന്നുള്ളതിൽ ഇവിടെ വേക്കൻസി റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ റിസർവേഷൻ ആണ് എക്സ് സർവീസ്മെൻ കാറ്റഗറിക്കുള്ളത്. അതായത് ഇപ്പോൾ ടോട്ടൽ 8,868 വേക്കൻസീസ് വരുമ്പോൾ അതിൽ 10% സീറ്റുകൾ എക്സ് സർവീസ്മെൻറ്റിനാണ്. എന്ന് വെച്ചാൽ ഈ 8,868 കൂടാതെ എക്സ്ട്രാ എക്സ് സർവീസ്മെൻ ഓൺലി സീറ്റ് എന്നല്ല, ഇതിനകത്ത് 10% സീറ്റുകളും എക്സ് സർവീസ്മെൻറ്റിന് വരുന്നതാണ്. അപ്പോൾ അത് UR കാറ്റഗറിയിൽ ഇത്ര സീറ്റാണുള്ളതെന്നുണ്ടെങ്കിൽ UR കാറ്റഗറിയിലുള്ള എക്സ് സർവീസ്മെൻറ്റിന് അതിൻ്റെ 10% ഉണ്ടാകും. ഇനി SC STയിലുള്ള എക്സ് സർവീസ്മെൻറ്റിന് അതിൻ്റെ 10% ഉണ്ടാകും. സോ അങ്ങനെ ഒരു ഹൊറിസോണ്ടൽ റിസർവേഷൻ സിസ്റ്റമാണ് വേക്കൻസീസിനെ സംബന്ധിച്ച് RRB NTPCയിൽ നിലനിൽക്കുന്നത്. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏജ് ലിമിറ്റ് ആണ്. സോ ഇവിടെ സാധാരണ ഈ ഡിഗ്രി ലെവൽ പോസ്റ്റുകൾക്ക് എല്ലാം തന്നെ വരുന്ന മാക്സിമം ഏജ് ലിമിറ്റ് 33 ഇയേഴ്സ് ആണ്. സോ 33 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ആൻഡ് ഓൾസോ ഇവിടെ 30 വയസ്സ് വരെയുള്ളവർക്കാണ് +2 ലെവൽ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ്. സോ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, നിങ്ങൾ അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിലാണ് ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത്. അതല്ലാതെ SC ST OBC ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡെഫിനറ്റ്ലി ഏജ് റിലാക്സേഷൻ വരും. അത് SC STക്ക് 5 വർഷവും OBCക്ക് 3 ഇയേഴ്സുമാണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ
നമ്മുടെ എക്സ് സർവീസ്മെൻറ്റിന് വരുന്നത് ഇതിനേക്കാളൊക്കെ ഒത്തിരി മുകളിലുള്ള ഒരു റിലാക്സേഷനാണ്. അവിടെ ഞാനിവിടെ ആക്ച്വൽ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യം എന്താണ് എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു തരാം. അതിനുശേഷം എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറയണത് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ലെങ്ത് ഓഫ് സർവീസ് ഫ്രം ഏജ് എന്നാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ UR ആൻഡ് EWS കാറ്റഗറിയിലുള്ളവർക്ക്, UR എന്ന് വെച്ചാൽ അൺറിസർവ്ഡ് ആയിട്ടുള്ളവർക്കും EWS എന്ന് വെച്ചാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്ന എക്സ് സർവീസ്മെൻറ്റിന് ആദ്യത്തെ കാറ്റഗറിക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ. എന്താണ് അപ്പോൾ അവിടെ അതിൻ്റെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങളുടെ ഏജ്, ഇപ്പോഴുള്ള ഏജ് നിങ്ങൾക്ക് എത്രയാണോ, അൺറിസർവ്ഡ് കാറ്റഗറിയത്തെ കാര്യമാണ് പറയുന്നത്, ആ ഏജിൽ നിന്നും നിങ്ങൾ എത്ര വർഷത്തെ സർവീസിന് പോയി. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 15 വർഷത്തെ സർവീസിനാണ് പോയിട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഏജ് ലിമിറ്റ് എത്രയായിരുന്നു? 30 വയസ്സ് വരെയായിരുന്നു ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ 15 വർഷം ഇവിടെ സർവീസിൽ പോയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ ഏജ് എന്ന് പറയുന്നത് 45 ആണ്. പക്ഷേ അതിൻ്റെ കൂടെ ഈ ഒരു 3 ഇയേഴ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എഫക്റ്റീവ്ലി കിട്ടുന്നത് 48 ഇയേഴ്സ് ഉള്ളവർക്ക്, അതായത് 48 വയസ്സ് വരെ ഉള്ളവർക്കും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിന് അപേക്ഷിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? സോ അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണോ, സോ അവിടെ നിങ്ങൾ എത്ര ഇയേഴ്സ് ഓഫ് സർവീസ് മിലിറ്ററിക്ക് അല്ലെങ്കിൽ ആർമിക്ക് നേവിക്ക് കൊടുത്തു എന്നതാണ് നോക്കുന്നത്. അതെത്രയാണോ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 3 വർഷം കൂടെ റിലാക്സേഷൻ ഏജ് ആയിട്ട് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇമാജിൻ നിങ്ങൾക്കിപ്പം ആക്ച്വലി 35 വയസ്സായി, അപ്പോൾ നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിന് എലിജിബിൾ അല്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു 3 വർഷത്തെ സർവീസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 38 ഇയേഴ്സ്, അത് ബേസ് ലൈനിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 33 ഇയേഴ്സ് ആകും. അതിൻ്റെ കൂടെ ഒരു 3 കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 36 വയസ്സ് വരെയുള്ളവർക്കും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിന് അപേക്ഷിക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും റിലാക്സേഷൻ ഏജിൽ എക്സ് സർവീസ്മെൻറ്റിന് ഇവിടെ ലഭിക്കുന്നുണ്ട്. അത് UR കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിലും. അതേസമയം OBCയിലെ NCL, അതായത് നോൺ ക്രീമി ലെയറിലുള്ള അതർ ബാക്ക്വേർഡ് കാസ്റ്റിലുള്ളവർക്കാണെങ്കിൽ അവിടെ 6 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടും. ഇനി അതേസമയം SC STയിലുള്ളവർക്കാണെങ്കിൽ ഈ 3-ന് പകരം 8 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടും. ഓക്കെ, സോ നിങ്ങൾ എത്ര വർഷത്തെ സർവീസിന് പോയോ അതിൻ്റെ കൂടെ ഈ പറയുന്ന നമ്പേഴ്സും കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക. 3ഉം 6ഉം 8ഉം, അതാണ് നിങ്ങളുടെ അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഏജ് കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വളരെ നല്ല ചാൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏജ് റിലാക്സേഷൻ എക്സ് സർവീസ്മെൻറ്റിന് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ NTPCയുടെ എക്സാമിന് വരുന്നുള്ളൂ. അവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റോ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റോ റണ്ണിങ് റേസോ ജമ്പിങ്ങോ അങ്ങനെ യാതൊരു ആക്ടിവിറ്റീസും വരുന്നില്ല. ജസ്റ്റ് വിഷൻ സ്റ്റാൻഡേർഡ്സിലാണ് കൂടുതലും ഫോക്കസ് വരുന്നത്. അപ്പം നോർമലി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അതായത് A1, A2, A3 എന്ന് പറഞ്ഞ് 3 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും. അതിൽ ഓരോ ജോലിക്കും ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ 8 കാറ്റഗറിയിലുള്ള വിഷൻ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതേസമയം ഒരു ക്ലറിക്കൽ പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ അക്കൗണ്ട് ക്ലർക്കം ടൈപ്പിസ്റ്റ് ഒക്കെ പോലെയുള്ള പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് BO, B അല്ലെങ്കിൽ CO മതി. അതായത് B കാറ്റഗറിയോ C കാറ്റഗറിയോ മതി. അപ്പോൾ ഈ A കാറ്റഗറിയിൽ സിവിലിയൻസ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് നോർമൽ ആൾക്കാർ, അത് നിങ്ങൾ ഏത് കാറ്റഗറി ആയിക്കോട്ടെ, ഇവിടെ അതിന് റിലാക്സേഷൻ ഇല്ല. ജനറൽ ആയിക്കോട്ടെ, SC ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വിഷൻ സ്റ്റാൻഡേർഡ്സ് പക്ക ആയിരിക്കണം, നിർബന്ധമാണ്. അതിൽ A1 ആൻഡ് A2 സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റും, വിത്തൗട്ട് ഗ്ലാസസ് ആണ് വരുന്നത്. അതായത് കണ്ണടയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെയും വിത്തൗട്ട് ഗ്ലാസസ് ആണ്, ഇവിടെയും വിത്തൗട്ട് ഗ്ലാസസ് ആണ്. ഓക്കെ, ഇത് നോർമൽ കാൻഡിഡേറ്റ്സിനുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾ എക്സ് മിലിറ്ററി ആണ് എന്നുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക ആർട്ടിക്കിളാണ്. അതിലെ 534 പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് എക്സ് സർവീസ്മെൻ ഹു ഹാവ് ബീൻ റീഅപ്പോയിൻറ്റഡ് ഇൻ റെയിൽവേസ് ആഫ്റ്റർ എൻറ്ററിങ് സർവീസസ് ഇൻ ആംഡ് ഫോഴ്സസ്, അവരുടെ A1 കാറ്റഗറിയിൽ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ A1 കാറ്റഗറിയും A2 കാറ്റഗറിയും റെയിൽവേയിൽ ഏറ്റവും ഹയസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്ന കാറ്റഗറീസ് ആണ്. അവിടെ നോർമൽ കാൻഡിഡേറ്റ്സിന് കണ്ണടയുടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ലേസർ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എക്സ് സർവീസ്മെൻറ്റിന് 6/9, 6/9 അല്ലെങ്കിൽ 6/12 ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും.
ക്ലിയർ ആയല്ലോ. സോ 4 ഡയോപ്റ്ററിൽ കൂടുതൽ നിങ്ങളുടെ പവർ ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ 6/6 ആയിരിക്കണം. 6/6 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഐ ചെക്കപ്പിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടിട്ടുണ്ടാവും ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വൈറ്റ് സ്ക്രീൻ ഉണ്ടാകും. ചിലപ്പോൾ ഇംഗ്ലീഷോ മലയാളമോ നമ്പേഴ്സോ എന്തെങ്കിലും ആയിരിക്കും. അതിൽ കുറേ ലൈൻസ് ABCD എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ 6/6 എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും താഴത്തെ വരുന്ന ആ ലൈനിൻ്റെ ആ ഒരു ഏരിയ ആണ് അല്ലേ. സോ ഇവിടെ 6/6 വരും, 6/9 വരും, 6/12 വരും. സോ അപ്പോൾ ഇവിടെ നിങ്ങൾ മുകളിലേക്ക് പോകുന്തോറും അത് കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 6/6 ആക്ച്വൽ കാൻഡിഡേറ്റ്സിന് വരുന്ന സ്ഥലത്ത് ഇവർക്ക് 6/12 ആണെങ്കിലും പ്രശ്നമില്ല. അതും വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് എന്ന് പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ അത്രയും റിലാക്സേഷൻ മെഡിക്കലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത് A1 കാറ്റഗറിയുടെ കാര്യം. ഇനി നെക്സ്റ്റ് A2 കാറ്റഗറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും 6/9 അല്ലെങ്കിൽ 6/9 വിത്തൗട്ട് ഗ്ലാസസ് ആണ്. നിയർ വിഷനും അതുപോലെ ഉണ്ട്. ഇവിടെയും വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് നിങ്ങൾക്ക് അലൗഡ് ആണ്. സോ A1 ആൻഡ് A2 കാറ്റഗറിയിൽ ഗ്ലാസസ് ഉള്ള, അതായത് വിഷനിൽ ഗ്ലാസസിൻ്റെ സഹായത്തോടെ മാത്രം വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കും എക്സ് സർവീസ്മെൻ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ്. ക്ലിയർ? സോ വിഷൻ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് A2 കാറ്റഗറിയിൽ 6 ഡയോപ്റ്ററിൽ നിങ്ങളുടെ പവർ എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 4 ഡയോപ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നത് തന്നെ നല്ലതാണ്. കാരണം നമ്മൾ നോർമലി സ്പെക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് -1, -2, -3 വരെയൊക്കെയാണ് അധികവും നമ്മൾ കാണാറുള്ളൂ. അപ്പോൾ 4 ഡയോപ്റ്ററിൻ്റെ അവിടേക്ക് ക്രോസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് അത്ര വലിയൊരു ഇഷ്യൂ അല്ല. ക്ലിയർ എല്ലാവർക്കും? ഇനി നമ്മുടെ A3 കാറ്റഗറിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ A3 കാറ്റഗറിയിൽ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് തന്നെയാണ്. അതിനുശേഷം ദേ മസ്റ്റ് പാസ് ഫോർ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, ഫീൽഡ് ഓഫ് വിഷൻ, നൈറ്റ് വിഷൻ. ഇതാണ് A3 കാറ്റഗറിയിൽ ബാക്കിയുള്ളവർക്ക് വരുന്നത്. നമുക്ക് ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ 6/12 അല്ലെങ്കിൽ 6/18 അവിടെ വീണ്ടും വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. അപ്പോൾ ഈ 6/9 ഉള്ളിടത്ത് 6/18 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? 6/9 എന്ന് പറയുന്നത് താഴെ നിന്ന് മൂന്നാമത്തെ വരിയാണ്. അപ്പോൾ 18 എന്ന് പറഞ്ഞാൽ അത് വീണ്ടും മുകളിലേക്ക് 3 ലൈൻ കൂടെ മുകളിലേക്ക് നിങ്ങൾക്ക് വായിക്കാൻ റെഡി ആയാൽ മതി. അത്രയും വിഷൻ മതി നിങ്ങൾക്ക്. നിങ്ങളൊരു എക്സ് സർവീസ്മാൻ കാറ്റഗറിയിൽ പെട്ട ആളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കളർ ബ്ലൈൻഡ് ആവാൻ പാടില്ല എന്നാണ്. സോ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. കളർ ബ്ലൈൻഡ്നെസ് എന്തായാലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ അടുത്ത കാറ്റഗറിയാണ്. സോ A1, A2, A3 എന്ന് പറയുന്നതാണ് ഏറ്റവും ഹയസ്റ്റ് മെഡിക്കൽ റിക്വയർമെൻറ്റ് വേണ്ട കാറ്റഗറീസ്. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന കാറ്റഗറീസ് എന്ന് പറയുന്നത് B1, B2 ആൻഡ് C1, C2 ആണ്. അപ്പോൾ ഈ B1, B2, C1, C2 കാറ്റഗറീസിൽ വരുന്നവർക്ക് സ്പെക്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ജനറൽ കാൻഡിഡേറ്റ്സിന് കേട്ടോ, അല്ലാത്തവർക്ക് സിവിലിയൻ കാൻഡിഡേറ്റ്സിന് സ്പെക്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ലേസർ സർജറി ചെയ്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കളർ വിഷൻ ടെസ്റ്റ് പാസ്സാവണം, ബൈനോക്കുലർ വിഷൻ ടെസ്റ്റ് പാസ്സാവണം, അങ്ങനെ കുറേ സ്റ്റാൻഡേർഡ്സ് കാണാൻ പറ്റും. സോ അതാണ് ഇവിടെ സിവിലിയൻ കാൻഡിഡേറ്റ്സിന് വരുന്നത്. അപ്പോൾ ഇത് തന്നെ എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിൽ വരുമ്പോഴേക്കും അത് പിന്നെയും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ B1 കാൻഡിഡേറ്റ്സിന് 6/9 അല്ലെങ്കിൽ 6/12 ആണ് വിത്തൗട്ട് ഗ്ലാസസ് പറയുന്നത്. അപ്പോൾ ഇവിടെ 9/12 എന്നുള്ളത്, അതായത് 6/9 ഓർ 6/12 എന്നുള്ളത് 6/24 വരെ വന്നിട്ടുണ്ട്. ആൻഡ് അവരുടെ പവർ, കണ്ണിൻ്റെ ആ പ്രശ്നം, അതിൻ്റെ പവർ ഇറ്റ് കനോട്ട് എക്സീഡ് 8 ഡയോപ്റ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 ഡയോപ്റ്റർ ആണ് മാക്സിമം B1, B2 കാൻഡിഡേറ്റ്സിന് വരുന്നത്. സോ അതിൻ്റെ നേരെ ഇരട്ടി 8 ഡയോപ്റ്റർ വരെ പവർ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് B1 കാറ്റഗറിയിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും റിലാക്സേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി C1, C2 കാറ്റഗറിയിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ 6/12 അല്ലെങ്കിൽ 6/18 എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് കുറച്ചും കൂടെ ക്ലറിക്കൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫൈലിലേക്കാണ് C1, C2 സാധാരണ വരാറുള്ളത്. എന്ന് വെച്ചാൽ കൂടുതലും ഡെസ്ക് ജോലികൾ ചെയ്യേണ്ടി വരുന്ന, അതായത് പുറത്ത് പോയി ഫീൽഡ് ഡ്യൂട്ടി ഒന്നും ചെയ്യേണ്ടതായിട്ടുള്ള ജസ്റ്റ് ഡെസ്ക് ജോലി. മെയിനായിട്ടും ഈ ക്ലറിക്കൽ പോസ്റ്റുകളിൽ വരുന്നത് 9 to 5 ജോബുകൾ, അതായത് ഷിഫ്റ്റ് ടൈമിംഗ് പോലും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ജോലികളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 6/18 വിത്തൗട്ട് ഗ്ലാസസ് വരുന്ന സ്ഥലത്ത് ഇവിടെ ഓൾമോസ്റ്റ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ റീഡിംഗ് വർക്കിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ മാത്രം ഒരു എസെൻഷ്യൽ സ്റ്റാൻഡേർഡ് മാത്രമാണ് ഇവിടെ പറയുന്നുള്ളൂ. അല്ലാതെ ഫാർ വിഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വിഷൻ ഇവിടെ നിൽ ഓർ കമ്പൈൻഡ് എന്നാണ് തന്നിട്ടുള്ളത്.
ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും റിലാക്സേഷൻ ആണ് NTPCയുടെ ജോലികളിലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് വരുന്നത്. അപ്പോൾ ഏജ് റിലാക്സേഷൻ നമ്മൾ കണ്ടു, വേക്കൻസീസ് എത്രയാണ് വരുന്നതെന്നും അതിൻ്റെ ഡിഫറൻസും നമ്മൾ കണ്ടു. ഇനിയിപ്പം മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും ഒക്കെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ വളരെ വലിയ മണ്ടത്തരായി പോകും. അപ്പോൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റ് ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. November 27 വരെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്കും ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്കും ഈക്വലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആണ്, ഒരേ ആപ്ലിക്കേഷൻ അല്ല, രണ്ടും വേറെ വേറെയാണ്, എലിജിബിലിറ്റിയും വേറെയാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളും കൂടെ നിങ്ങളുടെ കയ്യിൽ കരുതണം, അതുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നിങ്ങളെ ആർമിയിൽ നിന്നോ നേവിയിൽ നിന്നോ എയർഫോഴ്സിൽ നിന്നോ റിലീവ് ചെയ്തതാണ് എന്നുള്ള ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് കൃത്യമായും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് അപ്ലോഡ് ചെയ്യേണ്ട സമയത്തും നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ആ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ എത്ര ഇയേഴ്സ് ആയിരുന്നു അവിടെ നിങ്ങളുടെ സർവീസ് എന്ന് കൃത്യമായി കാണിച്ചിട്ടുണ്ടാകണം. കാരണം ഈ സർവീസിൻ്റെ ലെങ്ത് ബേസ് ചെയ്തിട്ടാണല്ലോ നിങ്ങളുടെ ഏജിൻ്റെ റിലാക്സേഷനൊക്കെ ക്ലെയിം ചെയ്യുന്നത്. സോ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഉള്ള ഒരു റിലീവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് വരുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലും കൃത്യമായിട്ടും ഉണ്ടായിരിക്കണം. ക്ലിയർ? അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്താണ് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ ചോദിക്കുന്നത്. അതായത് നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്ന എല്ലാ റിലാക്സേഷനും നിങ്ങൾക്ക് എലിജിബിൾ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്കും കുറച്ചധികം ഡോക്യുമെൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് ചോദിക്കുകയുള്ളൂ. അതായത് നിങ്ങളുടെ സെലക്ഷനും കഴിഞ്ഞിട്ട് CBT1, CBT2, അതിനുശേഷം CBAT ചില പോസ്റ്റുകൾക്കുണ്ട്, ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ചില പോസ്റ്റിന് വരുന്നുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരുന്നത്. ആ സമയത്താണ് ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ അപ്ലൈ ചെയ്യാൻ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇനി ഏതൊക്കെയാണ് റിസർവ്ഡ് കാറ്റഗറീസ്? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സോ ഇവിടെ ജനറൽ ആയിട്ടുള്ള റിസർവേഷൻ ആണ് വരുന്നത്. 10% ഹൊറിസോണ്ടൽ റിലാക്സേഷൻ ഉണ്ട്. സോ എക്സ് സർവീസ് മെൻ കാൻഡിഡേറ്റ്സിന് സെലക്ഷന് ഫൈനൽ സെലക്ഷന് കിട്ടാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ആൻഡ് ഓൾസോ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല എന്നുള്ളതും നിങ്ങൾക്ക് ഇവിടെ ഈസിലി ഈ ഒരു ജോലിയിൽ എത്തിച്ചേരാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഓക്കെ, സോ നിങ്ങളിപ്പം ഇവിടെ നിന്ന് സർവീസിൽ നിന്ന് വിരമിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഡിഫൻസിൽ നിന്നും ഒരു നല്ല ട്രാൻസിഷൻ റെയിൽവേ ജോബ്സിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങളുടെ ഒരു നേച്ചർ അനുസരിച്ച് വരുന്ന പ്രൊഫൈൽസ് ഏതൊക്കെയാണ്? അപ്പോൾ അത് ഓരോരുത്തരുടെയും നേച്ചർ വെച്ചിട്ടാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ചിലർക്ക് ഡെസ്ക് ഡ്യൂട്ടി ആയിരിക്കും വേണ്ടത്, ചിലർക്ക് ഓഫീസ് ഡ്യൂട്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ല, ചിലർക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി പറ്റില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾ ആക്ച്വലി തിരഞ്ഞെടുക്കാൻ. സോ പോസ്റ്റ് പ്രിഫറൻസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ അത് അവൈലബിൾ ആണ്. ഇനി ഇതിന് എങ്ങനെ അപ്ലൈ ചെയ്യണം, അതായത് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് ഏത് വെബ്സൈറ്റിൽ നിന്ന് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വെച്ച് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള വീഡിയോയും നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. കാവ്യ മിസ് എടുത്ത വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഹൗ ടു അപ്ലൈ ഫോർ NTPC എന്ന്. അത് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, അതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള എല്ലാ ജോലി പ്രൊഫൈലുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ NTPC എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു പ്രൊഫൈലാണ് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പ്രൊഫൈൽ, അല്ലേ? സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പ്രൊഫൈലിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും വൺ ഓഫ് ദി ഹയസ്റ്റ് പേയിങ് ജോബ്സ് ആണ് RRB NTPCയിൽ വരുന്നതാണ്. പെട്ടെന്ന് കരിയർ ഗ്രോത്ത് ഉണ്ടാകും. സോ ഒരു ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്ക് കൂടുതൽ ഡിസിഷൻ മേക്കിംഗ് വേണ്ട ഒരു ജോലി ആയതും, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ടഫ് എൻവയോൺമെൻറ്റ്സിലൊക്കെ ജോലി ചെയ്ത് ശീലമുള്ള ഒരാൾക്ക് ലീഡർഷിപ്പ് സ്കില്ലും ഡെഫിനറ്റ്ലി കൂടുതലായിരിക്കും. സോ അത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫൈലാണ് സ്റ്റേഷൻ മാസ്റ്ററുടേത്. അടുത്തത് ഗുഡ്സ് ഗാർഡിൻ്റെ പ്രൊഫൈലാണ്. സോ ഗുഡ്സ് ഗാർഡിൻ്റെ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും കോർഡിനേഷനും മോണിറ്ററിങ്ങും ആണ് കൂടുതലായിട്ടും അവിടെ യൂസ് ചെയ്യേണ്ട സ്കിൽ. അതും എക്സ് സർവീസ് മെന്നിന് കൂടുതലായതുകൊണ്ട് നല്ലതായിരിക്കും. സോ ഗുഡ്സ് ഗാർഡിന് ഫീൽഡ് ഡ്യൂട്ടിയും വരുന്നുണ്ട്, ഡെസ്ക് ഡ്യൂട്ടിയും വരുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു പ്രോപ്പറായിട്ടുള്ള ഓഫീസ് ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ കൊമേഴ്ഷ്യൽ ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ ക്ലർക്ക് വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ട്രാഫിക് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ടൈം കീപ്പർ, ഈ രണ്ട് പോസ്റ്റിലും വരുന്നത് സിഗ്നലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഒരു ട്രെയിൻ എപ്പോൾ വരുന്നു എപ്പോൾ പോകുന്നു തുടങ്ങിയിട്ടുള്ള ഷെഡ്യൂൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള ആക്യുറസി, നിങ്ങൾ ആ സർവീസിൽ ലേൺ ചെയ്തിട്ടുണ്ടാവുന്ന ആക്യുറസി, ഡിസിപ്ലിൻ, ടൈം മാനേജ്മെൻറ്റ്, ഇതൊക്കെ ആക്ച്വലി വർക്കിൽ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ട്രാഫിക് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ടൈം കീപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പ്യുവർലി നിങ്ങളുടെ പ്രിഫറൻസ് ആണ് ഇവിടെ ഏതിനെ ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ
ഒരു ചെറിയ സമ്മറി ടേബിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ പോസ്റ്റും, അതായത് NTPC ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അതിൻ്റെ ഓരോന്നിൻ്റെ പേ ലെവലും എത്രയാണെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊഫൈൽ പറയുന്ന വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഹയസ്റ്റ് വേക്കൻസീസ് വരുന്ന ജോലികൾ ഏതൊക്കെയാണെന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം. ജോലിയുടെ നേച്ചറും നിങ്ങൾക്ക് കാണാം. അതായത് ഓഫീസ് ഡ്യൂട്ടി ആണോ അതോ ഷിഫ്റ്റ് ഡ്യൂട്ടി വരുന്നുണ്ടോ, നൈറ്റ് ഷിഫ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, നൈറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടികൾ വരുന്നുണ്ടോ, പിന്നെ നെക്സ്റ്റ് ഏത് സ്കിൽ ടെസ്റ്റ് ആണോ അതോ CBAT ആണോ വരുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ RRB NTPCക്ക് അത് ഗ്രാജുവേറ്റ് പോസ്റ്റിനാണെങ്കിലും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിനാണെങ്കിലും 3 ലെവലിലായിട്ടാണ് എക്സാം നടക്കുക. അതിൽ ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ CBT 1 എന്ന് പറയും, രണ്ടാമത്തെ സ്റ്റേജ് CBT 2 ആണ്. ഇത് രണ്ടും കഴിഞ്ഞ് ചില ജോലികൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റാണ് വരുന്നത്. അത് കൂടുതലും ക്ലറിക്കൽ പോസ്റ്റുകൾക്കാണ്. ഇനി അല്ലാത്ത ചില ജോലികൾക്ക് CBAT എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സൈക്കോമെട്രിക് അനാലിസിസ് ടെസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്ത 2 പോസ്റ്റുകളുണ്ട്. അതിലൊന്ന് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കും ട്രെയിൻസ് ക്ലർക്കുമാണ്. അപ്പോൾ ഈ 2 പോസ്റ്റുകൾക്കും അത് രണ്ടും ഇല്ല. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങളുടെ പ്രിഫറൻസ് നിങ്ങൾ കൊടുക്കാൻ. ബട്ട് സ്റ്റിൽ നിങ്ങളൊരു എക്സ് സർവീസ്മെൻ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ജോലി കിട്ടുന്നത് വരെ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇനി ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന അലോവൻസുകൾ ആൻഡ് ബെനിഫിറ്റ്സുകൾ എത്രയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡെഫിനറ്റ്ലി റെയിൽവേയിലായതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ടും ഇനി ഡിസ്കൗണ്ടഡ് ആയിട്ടും ട്രാവൽ പാസുകൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഫാമിലി, അതായത് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെല്ലാം തന്നെ മെഡിക്കൽ ഫെസിലിറ്റി ലഭിക്കുന്നുണ്ടാകും. പ്രൊമോഷൻസും ഒക്കെ സ്റ്റഡിയാണ്. നിങ്ങളുടെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻ വരുന്നത്. സോ ടൈം ബേസ്ഡ് ആയിട്ടാണ് പ്രൊമോഷൻ വരുന്നത്. നാഷണൽ പെൻഷൻ സ്കീമിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പെൻഷൻ ലഭിക്കുന്നതാണ്. ആൻഡ് നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ താമസിക്കാനുള്ള ഫെസിലിറ്റി കിട്ടും. ഒന്നുകിൽ ഹൗസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അസിസ്റ്റൻസ് നിങ്ങൾക്ക് ലഭിക്കും, HRA ആയിട്ട് ലഭിക്കും, അല്ലെങ്കിൽ ആക്ച്വലി ക്വാർട്ടർ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ റെയിൽവേയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഉള്ള ബെനിഫിറ്റ്സ് ആണ്. ആൻഡ് ആക്ച്വലി സ്പീക്കിംഗ് റെയിൽവേയിൽ നമ്മുടെ ജനറൽ കാൻഡിഡേറ്റ്സിനെക്കാളും എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് സെലക്ഷന് കുറച്ചും കൂടി സാധ്യതയുണ്ട്. സോ ഡെഫിനറ്റ്ലി നമുക്കറിയാം എക്സ് സർവീസ്മെൻ എല്ലായിടത്തും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അവരുടെ ഡിസിപ്ലിനും അവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസും പെട്ടെന്നുള്ള ലേണിങ്ങും അവരത്രയും നാളും വർക്ക് ചെയ്തിരിക്കുന്ന എൻവയോൺമെൻറ്റ് അത്ര ഹൈലി റെസ്പെക്റ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ മൊത്തത്തിൽ അവരെ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലേ? സോ അതുകൊണ്ട് തന്നെ അവർക്ക് സക്സീഡ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. സോ അപ്പോൾ RRB NTPCയുടെ ആപ്ലിക്കേഷൻ വിൻഡോ November 27th ക്ലോസ് ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ ഒഫീഷ്യലായിട്ടുള്ള എക്സാമിൻ്റെ ഒന്നാമത്തെ ഫ്ലാഗ് ഓഫ് കഴിയും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. സോ എക്സാമിനേഷൻ എന്തായാലും 2026 ബിഗിനിങ്ങിലായിരിക്കും. ഒരു ഫെബ്രുവരി ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ എക്സാം സാധാരണ വരാറുള്ളത് പോലെ തന്നെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എവിടെയും പോകേണ്ട. എൻട്രിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം അവൈലബിൾ ആണ്. അതിനുവേണ്ടി നമ്മളൊരു സൂപ്പർ 30 ബാച്ച് എന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൂപ്പർ 30 ബാച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ബാച്ചിലാകെ 30 കുട്ടികളാണ് ഒരു ബാച്ചിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ ലഭിക്കുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. സോ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസിൽ ലഭിക്കുന്ന റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാകും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാകും, മെൻറ്റർഷിപ്പ് ഉണ്ടാകും, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാകും. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ ബേസിസിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് മേ ബി ഇപ്പോൾ ടച്ചൊക്കെ വിട്ടുപോയി മിലിറ്ററിയിൽ നിന്നൊക്കെ വന്ന ആളാണ്, ഇപ്പോൾ അതുമായിട്ട് വലിയ ടച്ചൊന്നുമില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും പേടിയോ ടെൻഷനോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആങ്ഷ്യസ് ആവേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഒരു 3 ലെവൽ പ്രിപ്പറേഷനാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും ഏറ്റവും ബേസിക് ലെവലുള്ള ക്ലാസ്സസ് തൊട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ലെവൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്യാം. ഇനി നമ്മുടെ സെക്കൻഡ് ലെവലിലേക്ക് പോകുമ്പോഴാണ് ആ ബേസിക് കോൺസെപ്റ്റ്സ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഏരിയാസ്, നിങ്ങളുടെ വീക്കർ ഏരിയാസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു ശേഷം നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ മെയിൻസ് ലെവൽ, അതായത് CBT 2 ലെവൽ പ്രിപ്പറേഷന് നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത്തിരി ഗ്യാപ്പ് വന്നുവെന്നോ ഇത് പറ്റുമോ എന്നുള്ള യാതൊരു സംശയവും ആർക്കും വേണ്ട. നമ്മളെല്ലാം നിങ്ങളുടെ കൂടെയുണ്ട്.
ഓക്കെ. സോ എൻട്രിയുടെ കംപ്ലീറ്റ് സിലബസ് കവറേജ് വരുന്ന രീതിയിലാണ് എൻട്രിയുടെ സ്റ്റഡി പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഉറപ്പായിട്ടും നിങ്ങൾക്കിവിടെ നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ NTPCയുടെ CBT-1 വന്നപ്പോൾ നമ്മുടെ ഒത്തിരി കുട്ടികൾ അത് ക്ലിയർ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. സോ ഞാൻ ഈ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നമ്മളുമായിട്ട് എഴുതി ഷെയർ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക. ഇനിയും എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കോമെൻറ്റ്സിൽ ആഡ് ചെയ്താൽ മതി. ഈ വീഡിയോ തന്നെ നിങ്ങളുടെ സജഷൻ കാരണം നമ്മൾ എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും കോമെൻറ്റ്സിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.